ഹലോ 20th സെഞ്ച്വറി മലയാളം ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ എന്ന പേപ്പറിൽ മൂന്നാമത്തെ മൊഡ്യൂൾ നോൺ ഫിക്ഷനാണ് ഇന്ന് നോക്കുന്നത്. ടൈറ്റിൽ റൈറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് കേരള സീക്കിംഗ് എ ദളിത് സ്പേസ് ബൈ കെ കൊച്ചു. ലെറ്റ്സ് റീഡ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഓഥർ. കെ കൊച്ചു ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ദളിത് വോയിസസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഹി ഈസ് എ ക്രിയേറ്റീവ് റൈറ്റർ, എഡിറ്റർ, social critic and Dalit activist. An aspiring writer from a very young age, Kochu was awarded the second prize in a playwriting contest for college students conducted by the Madhubhumi Weekly in 1971. Since then, he has written copiously on various subjects even while being in the forefront of struggles for protecting the rights of Dalits and Adivasis, human rights and the environment. So K. Kochu, who was born in 1949, is an Indian Dalit writer. അദ്ദേഹം ജനിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അദ്ദേഹം റൈറ്ററാണ്, എഡിറ്ററാണ്, സോഷ്യൽ ക്രിട്ടിക്കാണ്, അതുപോലെ ഒരു ദളിത് ആക്ടിവിസ്റ്റാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ധാരാളമായിട്ട് എഴുതുമായിരുന്നു. 1971 മാതൃഭൂമി നടത്തിയ ഒരു കോണ്ടസ്റ്റ്, ഒരു പ്ലേ റൈറ്റിംഗ് കോണ്ടസ്റ്റിൽ അദ്ദേഹം സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുണ്ട്. അതുമുതൽ തന്നെ അദ്ദേഹം ധാരാളമായി എഴുതുകയും സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഉന്നമനത്തിനായിട്ട് ദളിത്, അതുപോലെ ആദിവാസീസ്, അല്ലെ സാധാരണ ജനങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അവകാശങ്ങൾ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പല സ്ട്രഗിൾസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഫ്രണ്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ബിസൈഡ്സ് ഇന്യൂമറബിൾ ആർട്ടിക്കിൾസ് ഓൺ ലിറ്ററേച്ചർ, ഫിലിംസ്, പൊളിറ്റിക്സ്, ജെൻഡർ ആൻഡ് സബാൾട്ടൺ സ്റ്റഡീസ്, കൊച്ചു ഹാസ് ഓതേർഡ് സെവറൽ ബുക്സ് ഇൻ മലയാളം. കലാപവും സംസ്കാരവും, ബുദ്ധനിലേക്കുള്ള ദൂരം, അംബേദ്കർ, ജീവിതവും ദൗത്യവും, ഇടതുപക്ഷം ഇല്ലാത്ത കാലം, ദളിത് നേർക്കാഴ്ചകൾ, കേരള ചരിത്രവും സമൂഹ രൂപീകരണവും, ദേശീയതയ്ക്കൊരു ചരിത്രപദം ആൻഡ് സോ ഓൺ. ഹീ ഈസ് എ റെസിപ്പിയൻറ്റ് ഓഫ് ദ അർലി അവാർഡ്, ദ വൈക്കം ചന്ദ്രശേഖരൻ നായർ അവാർഡ് ആൻഡ് ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഓൾ കോൺട്രിബ്യൂഷൻ. ദളിതൻ ഈസ് കൊച്ചൂസ് ഓട്ടോബയോഗ്രഫി. കെ കൊച്ചുവിൻ്റെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറിന് ഉപരിയായിട്ട് ഫിലിംസ്, പൊളിറ്റിക്സ്, ജെൻഡർ, സബാൾട്ടൺ സ്റ്റഡീസ്, ഇങ്ങനെ ഏകദേശം മേഖലകളിലും അദ്ദേഹം ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ദളിതൻ എന്നുള്ളതാണ്. 2019 അത് പബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ റൈറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് കേരള സീക്കിംഗ് എ ദളിത് സ്പേസ് എന്നുള്ള ആർട്ടിക്കിൾ, അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജെനി റൊവേനയാണ്. ഇനി നമുക്ക് എസ്സേയിലേക്ക് കിടക്കാം. റൈറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് കേരള സീക്കിംഗ് എ ദളിത് സ്പേസ് റിട്ടൺ ബൈ കെ കൊച്ചു. ഈ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ കേരള എമർജ്ഡ് ഔട്ട് ഓഫ് ദ ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ദ കൊളോണിയൽ പീരിയഡ്. ദീസ് ഏർലി ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് വെയർ ഇൻഫ്ലുവൻസ്ഡ് ബോത്ത് ബൈ the hegemonic categorization of evidence, namely relics, inscriptions, archaeological surveys, literary works, etc., and the subjectivity of the writers who engaged in them. Summarizing these works in a single phrase, one could say that they rendered Dalits and women invisible or irrelevant. കൊച്ചു പറഞ്ഞു തുടങ്ങുന്നത് കേരളത്തിൽ ഹിസ്റ്ററി റൈറ്റിംഗ് തുടങ്ങിയത് കൊളോണിയൽ പീരീഡ് മുതലാണ്. എന്തിൻ്റെ ബേസിലാണ് ഹിസ്റ്ററി എഴുതിയത്? അദ്ദേഹം പറയുന്നത് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് നടത്തിയിരുന്നത് ഒരു ഹെജിമോണിക് കാറ്റഗറൈസേഷനിലായിരുന്നു. ചില തെളിവുകളുടെ അവിടെ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ എവിടുത്തെ ഹിസ്റ്ററിയാണോ എഴുതുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ചില റെലിക്സ്, അവിടുത്തെ ഇൻസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേസ്, അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ലിറ്റററി വർക്ക്സ്, ഇങ്ങനെയുള്ള പല എവിഡൻസിൻ്റെയും ബേസിലാണ് ഹിസ്റ്ററി എഴുതുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റിവിറ്റി ഓഫ് ദ റൈറ്റർ ഹു എൻഗേജ്ഡ് ഇൻ ദം. അത് എഴുതുന്ന റൈറ്ററുടെ സബ്ജക്റ്റിവിറ്റി, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഹിസ്റ്ററി എഴുതുന്നത്. കൊച്ചു പറഞ്ഞു വരുന്നത് ഹിസ്റ്ററി നമ്മൾ വായിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി നമ്മൾ അതിനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അതിനകത്തൊന്നും ദളിത്സിനെയും വിമിനെയും കാണാൻ പറ്റാറില്ല. ദേ വെയർ ഇൻവിസിബിൾ ഓർ ഇറലവൻറ്റ്. അവർക്കൊരു പൊസിഷനും ഒരു പ്രാധാന്യം അതിനകത്ത് കിട്ടിയിട്ടില്ല. അതുപോലെ ദളിത് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അതിനകത്ത് ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള യാഥാർത്ഥ്യമായ ഒരു അറിവൊന്നും അതിനകത്തുനിന്ന് കിട്ടുന്നില്ല. അത് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു സബ്ജക്റ്റിവിറ്റി, റൈറ്ററുടെ സബ്ജക്റ്റിവിറ്റി കൊണ്ടായിരിക്കാം. ഏതൊരു കാര്യം എഴുതുന്ന ആളുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്.
ഒരേ സംഭവം തന്നെ അത് കാണുന്ന ഒരാൾക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, അത് അനുഭവിക്കുന്ന ആളിൻ്റെ പേഴ്സ്പെക്റ്റീവും അയാളുടെ എക്സ്പീരിയൻസും വേറെ ഒന്നായിരിക്കും. അത് മൂന്നാമത് പറഞ്ഞു കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കുന്ന കാര്യം അയാൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്ന പല ഹിസ്റ്ററിയും ശരിക്കും ഏതെങ്കിലും എഴുതുന്ന ഒരു റൈറ്ററുടെ പേഴ്സ്പെക്റ്റീവിലുള്ള കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് ചുറ്റുപാടും നമ്മൾ അറിയാതെയും കേൾക്കാതെയും മനസ്സിലാക്കാതെയും പോകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരിക്കും. അതൊന്നും തന്നെ ആ ഹിസ്റ്ററിക്കകത്ത് പറയുന്നില്ല. കൊച്ചു പറയുന്നത് കണ്ടംപററി റൈറ്റേഴ്സിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ എൻ്റർ കൊണ്ട് അവരുടെ അവരുടെ ഒരു എഴുത്തിൻ്റെ ഫലം കൊണ്ട് വിമനും അതുപോലെ തന്നെ ദളിത്സിനും പല വ്യത്യസ്തമായ രീതിയിലുള്ള സ്റ്റീരിയോ ടൈപ്സായിട്ട് കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ചരിത്രത്തിൽ. അതിൽ എടുത്തു പറയേണ്ട 2 മിത്തുകൾ ഇങ്ങനെയാണ്: ദ മിത്ത് ഓഫ് ദ ഗോൾഡൻ ദളിത് പാസ്റ്റ്, മറ്റൊന്ന് ദളിത്സ് ആസ് എറ്റേണൽ സ്ലേവ്സ്. ഈ 2 മിത്തുകളും ഈ 2 സ്റ്റീരിയോ ടൈപ്സും വളരെ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്ന 2 മിത്തുകളാണ്. ദളിത്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ദളിത്സ് ഹാഡ് എ ഗോൾഡൻ പാസ്റ്റ്, രണ്ടാമത് പറയുന്നത് ദളിത് എന്ന് പറയുന്നത് ദേവർ എറ്റേണൽ സ്ലേവ്സ്, ലോകമുണ്ടായ കാലം മുതലേ അവർ സ്ലേവ്സ് ആയിരുന്നു എന്ന് ഒരു മിത്ത് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. വേറൊന്ന് പറയുന്നത് അവർക്ക് ഒരു കാലമുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ പാസ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു, പിന്നീട് കാലക്രമേണ ഈ പിന്നീടുള്ള ഒരു രീതിയിലോട്ട് ദളിത് ഇങ്ങനെ മാർജിനലൈസ്ഡ് ആയി പോയതാണ് എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരേ കാറ്റഗറിപ്പെടുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ 2 സ്റ്റീരിയോ ടൈപ്പിനെയും കൊച്ചു ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഈ 2 രീതിയിലുള്ള സ്റ്റീരിയോ ടൈപ്സിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ഹിസ്റ്റോറിയൻസും പറയുന്നുണ്ട്, പല തെളിവുകൾ അവർ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ അവർ തെളിയിക്കുന്നുണ്ട്, ഹിസ്റ്ററിയിൽ അവർ പറയുന്നുമുണ്ട്. അതിൽ ചിലതൊക്കെ ഇങ്ങനെയാണ് കൊച്ചു പറയുന്നത്. ഒരു സ്കോളറായിട്ടുള്ള KP പത്മനാഭ മേനോൻ, അദ്ദേഹത്തിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ആദിചേര എന്ന ആ ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന കമ്മ്യൂണിറ്റി, ചേര വംശത്തിൽപ്പെടുന്ന ആളുകൾ അവർ ചേരമർ ആയിരുന്നു, അല്ലെങ്കിൽ പുലിയർ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആളുകളായിരുന്നു എന്നാണ് KP പത്മനാഭ മേനോൻ പറയുന്നത്. എന്നാൽ PT ശ്രീനിവാസ, വേറൊരു സ്കോളറാണ്, PT ശ്രീനിവാസ അയ്യങ്കർ പറയുന്നത് ചേര വംശത്തിൽപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറവർ കമ്മ്യൂണിറ്റി പെട്ടിരുന്ന ആളുകളായിരുന്നു എന്നാണ്. എന്നാലും മൂന്നാമത്തെ സ്കോളറായിട്ടുള്ള ഇളംകുളം, അദ്ദേഹം പറയുന്നത് ചേര വംശത്തിൽപ്പെടുന്ന ആളുകൾ വില്ലുവർ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകളായിരുന്നു എന്നാണ്. ഈ പറഞ്ഞ കുറവറും അതുപോലെ തന്നെ ചേരമറും അല്ലെങ്കിൽ പുരയരും വില്ലുവറും ഒക്കെ തന്നെ ദളിത് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ സ്കോളേഴ്സിൻ്റെ ഒരു അഭിപ്രായം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദളിത്സിനൊരു ഗോൾഡൻ പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഐഡിയയെ കൊച്ചു നല്ലോണം എതിർക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള സബാൾട്ടൺ ഹിസ്റ്റോറിയൻസ്, ഇപ്പോൾ കൊച്ചു പറയുന്നത് ലേറ്റർ പീരീഡിൽ വന്നിട്ടുള്ള സബാൾട്ടൺ ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യുന്നു, അവർ ഈ ഒരു ഐഡിയ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാൻ നിൽക്കാതെ ആ ഒരു ട്രഡീഷണൽ പാത്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ ഹിസ്റ്ററി എന്താണോ പറയുന്നത് അത് തന്നെ അവർ ഫോളോ ചെയ്തു. അങ്ങനെയുള്ള സബാൾട്ടൺ ഹിസ്റ്റോറിയൻസിൻ്റെ എക്സാമ്പിൾസാണ് കൊച്ചു പറയുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്: NK ജോസ്, അതുപോലെ THP ചന്ദരശ്ശേരി, ദെൻ കവിയൂർ മുരളി തുടങ്ങിയവർ. സബാൾട്ടൺ ഹിസ്റ്റോറിയനായിട്ടുള്ള NK ജോസ്, അദ്ദേഹം ഈ ഒരു ഐഡിയയെ അല്പം പോലും പ്രോബ്ലമാറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല, അദ്ദേഹം ആ ഒരു സെയിം കൺസ്ട്രക്ഷൻ തന്നെ ഫോളോ ചെയ്തു. അതുപോലെ തന്നെ THP ചന്ദരശ്ശേരി, അദ്ദേഹം പറയുന്നത് there was no difference between the kings who ruled the land and the കുറവർ, ബേഡർ, ഇടയർ ആൻഡ് വെള്ളാവർ. അന്ന് ഭരിച്ചിരുന്ന രാജാവും ഈ പറയുന്ന കുറവറും വേടർ, ഇടയർ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയും ഇവരൊക്കെ തന്നെ സെയിം ആയിരുന്നു എന്നാണ്. അപ്പം ഈ പറയുന്ന രീതിയിലുള്ള ആ ഒരു പഴയ സ്റ്റീരിയോ ടൈപ്പിനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. വേറൊരു സബാൾട്ടൺ ഹിസ്റ്ററിയനായിട്ടുള്ള കവിയൂർ മുരളി, അദ്ദേഹത്തിൻ്റെ ബുക്ക് പുരാണ 100 എ സ്റ്റഡി എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് അദ്ദേഹം അല്പം പോലും തന്നെ ഈ പഴയ ഹിസ്റ്റോറിയൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. എന്നാൽ കല്ലറ സുകുമാരൻ എന്ന ഒരു സബാൾട്ടൺ ഹിസ്റ്റോറിയൻ, അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് 10th സെഞ്ച്വറി വരെ, കറണ്ട് എറയിൽ 10th സെഞ്ച്വറി വരെ എല്ലാ വില്ലേജുകളും, കേരളത്തിലെ എല്ലാ വില്ലേജുകളും ഭരിച്ചിരുന്നത് ദളിത് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് പറയുന്നത് പഴയ കാലത്തെ രാജവംശം മാത്രമല്ല, കിങ്ലി ഡൈനാസ്റ്റീസും അതിൽ ലാൻഡ് ലോഡ്സും മാത്രമല്ല, സംഘം പീരിയഡിലുണ്ടായിരുന്ന പല പോയറ്റ്സും
അന്നത്തെ ലോ മേക്കേഴ്സ്, നിയമനിർമ്മാതാക്കളും അതുപോലെ ഗ്രാമേറിയൻസും, അതായത് അറിവുള്ള ആളുകളും എല്ലാം തന്നെ പുലയർ, പറയർ, കുറവർ ഈ കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ആളുകളായിരുന്നു എന്നൊക്കെ തന്നെയാണ് കൊച്ചു പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് മിത്തായിട്ടുള്ള ദളിത്സിനൊരു ഗോൾഡൻ പാസ് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു മിത്തിനെ കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു ദളിത്തിനെ കുറിച്ചുള്ളൊരു സ്റ്റീരിയോടൈപ്പായിരുന്നു. ടൈം ഇമ്മെമ്മോറിയൽ മുതൽ തന്നെ അവർ സ്ലേവ്സ് ആയിരുന്നു, എറ്റേണൽ സ്ലേവ്സ് ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത്. ശരിക്കും ആദ്യത്തിനോട് എൻ്റെയുള്ള ഡിഫറൻ്റ് ആണ്. ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള D.D. കോസംബി അതുപോലെ P.K. ബാലകൃഷ്ണൻ എന്നിവരുടെ ടെക്സ്റ്റുകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അക്കാഡമിക് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അവർ ഈ ഒരു മിത്തിനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ്സ് ഈ ഒരു രീതിയിലായിരുന്നു. അവരുടെ പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെയാണ്: 4th സെഞ്ച്വറി മുതൽ 8th സെഞ്ച്വറി വരെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ വളരെ സ്കാറ്റേർഡായിട്ട് ഫുഡ് ഗ്യാദർ ചെയ്ത്, അവർ കൃഷി ചെയ്തിട്ടല്ല, ഫുഡ് ഗ്യാദർ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു പ്രിമിറ്റീവ് ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരുന്നു. അതിനുശേഷമാണ് ഒരു അഗ്രേറിയൻ വില്ലേജ് കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ എമർജ് ചെയ്യാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ ഒരു 10th സെഞ്ച്വറി വരെ അല്ലെങ്കിൽ 15th സെഞ്ച്വറി വരെയും തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ പ്ലോ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഒരു അഗ്രേറിയൻ സിസ്റ്റം, പ്രത്യേകിച്ചും റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ഒരു സിസ്റ്റം എമർജ് ചെയ്തത്. അത് പറയപ്പെടുന്നത് പുലയർ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആ ഒരു സ്ലേവ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് എൻഗേജ് ചെയ്തിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതായത് അതുവരെയും കൃഷി എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ഫുഡ് ഗ്യാദർ ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ പുലയർ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആളുകളാണ് ഈ ഒരു രീതി കൃഷി സമ്പ്രദായത്തിലോട്ട് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത് പറയുന്ന മിത്ത് അത് നമുക്കൊരിക്കലും സത്യമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം അവർ എറ്റേണലി സ്ലേവ്സ് ആയിരുന്നെങ്കിൽ നമുക്കൊരു അത് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ സ്ലേവ്സിൽ പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു ഗ്രൂപ്പാണ് കൃഷി അങ്ങനെ പ്ലോ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ആ സെക്കൻഡ് പറഞ്ഞ ആ ഒരു മിത്ത് അത് തെറ്റാണ്. അത് തന്നെയാണ് കൊച്ചു ഇവിടെ പറഞ്ഞു വരുന്നത്. കൊച്ചു പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: ഇതുപോലുള്ള സ്റ്റീരിയോ ടൈപ്സിനെ നമ്മൾ കൗണ്ടർ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ചില ഹെജിമോണി സ്ട്രക്ചേഴ്സ് ഹിസ്റ്ററി റൈറ്റിങ്ങിൽ ചില ഹെജിമോണി സ്ട്രക്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കൗണ്ടർ ചെയ്താൽ മാത്രമേ, അതിനെ എതിർത്താൽ മാത്രമേ, വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഹിസ്റ്ററി, ദളിതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഹിസ്റ്ററി നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മിത്തുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ സോഷ്യൽ ഫോർമേഷൻ എങ്ങനെയായിരുന്നു നോക്കാം. കൊച്ചു പറയുന്നത് കാസ്റ്റ് സിസ്റ്റം വരുന്നത് വരെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ സ്ട്രക്ചറും, ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രൈബലായിരുന്നു. കുറേ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് മനുഷ്യനിവിടെ ജീവിച്ചത്. എന്നാൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുള്ളായിട്ട് ഒരു ഹാർമോണിയസ് ഒരു ലൈഫ് ആയിരുന്നില്ല. നമ്മൾ ഫോക്ക് സോങ്ങിൽ കേൾക്കുന്ന പോലെ മാവേലി നാട് വാണിടും കാലം എന്ന രീതിയിലായിരുന്നില്ല അന്നത്തെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. പരസ്പരം യുദ്ധം നടത്തിയും കൊന്നും ഒക്കെ തന്നെയാണ് അന്ന് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചില കമ്മ്യൂണിറ്റികൾക്ക്, ചില ട്രൈബ്സിന് അവരുടെ അസറ്റുകളും അവരുടെ റിസോഴ്സും അവരുടെ ബിലീഫ് സിസ്റ്റമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ ചില കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്തു? ഭൂലോകത്ത് തന്നെ ഇല്ലാതായി തീർക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല കോൺഫ്ലിക്റ്റുകളും ചില ട്രൈബൽ കമ്മ്യൂണിറ്റികളെ കുലങ്ങളായിട്ട് മാറാനായിട്ട്, ക്ലാൻസ് ആയിട്ട് മാറാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി. ഈ കുലങ്ങളുടെയൊക്കെ തന്നെ ഒരു പവർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഭരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാപ്പബിലിറ്റി ഒന്നുമുള്ള ഗ്രൂപ്പുകളായിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ആദിചേര എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ പറയപ്പെടുന്ന വലിയ ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്ന ആ റോയൽ ഡൈനാസ്റ്റി, അത് അത്രത്തോളം വലിയ ഒരു ഡൈനാസ്റ്റി ഒന്നും ആയിരിക്കില്ല, നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. സംഘം പീരീഡിനെ പറ്റി ലിറ്ററേച്ചറിൽ പറയുന്ന പല അലൂഷൻസും ട്രഡീഷണൽ ഹിസ്റ്റോറിയൻസ് പറയുന്നതനുസരിച്ച് നമുക്കതൊന്നും തന്നെ എഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നീട് കാലക്രമേണ ഈ കുലങ്ങളൊക്കെ തന്നെ, ഈ ക്ലാൻസൊക്കെ തന്നെ എന്ത് ചെയ്തു? സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് രീതിയിലുള്ള പല ചേഞ്ചസുകൾക്കും പല ട്രാൻസ്ഫോർമേഷനും വഴിവെച്ചു. ഇങ്ങനെ ഒരു ട്രൈബൽ സ്ട്രക്ചർ നോക്കുന്ന സമയത്തും ദളിത്തിന് വലിയൊരു മാറ്റമൊന്നും സംഭവിച്ചതായിട്ട് കാണില്ല. ഡോക്ടർ അംബേദ്കറിൻ്റെ അഭിപ്രായത്തിൽ 4th സെഞ്ച്വറി മുതൽ 8th സെഞ്ച്വറി ഈ ഒരു കാലഘട്ടത്തിലാണ് ട്രഡീഷണൽ മാർക്സിസ്റ്റും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് അഗ്രേറിയൻ വില്ലേജ് കമ്മ്യൂണിറ്റി ഇവോൾവ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ചാതുർവർണ്ണ സിസ്റ്റം അത് കാസ്റ്റ് സിസ്റ്റത്തിനോട്ട് വഴിവെച്ചു.
ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ബേസിലല്ലായിരുന്നു ആ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത്. എന്നാൽ ഒരു പാട്രിയാർക്കിയുടെ സ്ട്രക്ചറിൻ്റെ ബേസിലാണ് ഈ കാസ്റ്റ് സിസ്റ്റം ഇവോൾവ് ചെയ്തത്. ഡി കൊസാംബി പറയുന്നത് അഗ്രേറിയൻ വില്ലേജ് സൊസൈറ്റിയിൽ ബ്രാഹ്മിൻസ് ആയിരുന്നു അവിടുത്തെ ലീഡർ. കാരണം അവർക്ക് അൽമനാക്കിനെ കുറിച്ചും സീഡ്സ് വിത്തുകളെക്കുറിച്ചും ഹാർവസ്റ്റിനെ കുറിച്ചുള്ളൊരു ബോധമുണ്ടായിരുന്നു, ഒരു അവബോധമുണ്ടായിരുന്നു. സോ ദേ ബിക്കേം ദ ലീഡർ. അപ്പോൾ ഈ ഒരു രീതിയിൽ കാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് വരുന്നത് ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് കോസാംബി പറയുന്ന സമയത്ത് മില്യൺ കണക്കിന് ആളുകൾ ആ സമയത്ത് പുറത്ത് നിൽക്കുകയാണ്. സ്ത്രീകളും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിനകത്ത് ആ ഒരു പാട്രിയർക്കിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഹെജിമണിക്കകത്ത് ഉൾപ്പെടാത്ത കുറേ അധികം ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും കോസാംബി പറയുന്നില്ല. കോസാംബിയുടെ അതേ ഒരു വ്യൂ തന്നെയാണ് പി കെ ബാലകൃഷ്ണനും ഫോളോ ചെയ്യുന്നത്. പി കെ ബാലകൃഷ്ണനും പറയുന്നത് ഇങ്ങനെയാണ്: ബ്രാഹ്മിൻസിൽ നിന്നും ആണ് കേരളത്തിലെ ട്രൈബൽ പീപ്പിൾ അവർ പ്ലോ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്പെയ്ഡ്, സിക്കിൾ, അയൺ ആക്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാൻ പഠിച്ചത് ബ്രാഹ്മിൻസിൽ നിന്നാണ്. ഈ ഒരു വ്യൂ ആണ് പി കെ ബാലകൃഷ്ണനും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും ഈ ഒരു പ്രിമിറ്റീവ് ട്രൈബൽ ലൈഫിൽ നിന്ന് ഒരു അഗ്രേറിയൻ വില്ലേജ് സൊസൈറ്റിയിലേക്കുള്ള ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് നമ്പൂതിരീസിലൂടെയാണ്. ഈ വ്യൂസൊക്കെ തന്നെ ആ ഒരു ബ്രാഹ്മിൻ ഹെജിമണിയെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വ്യൂസാണ്. കൊച്ചു പറഞ്ഞു വരുന്നത് പല ഹിസ്റ്റോറിയൻസും, അത് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഉൾപ്പെടെ തന്നെ പല ഹിസ്റ്റോറിയൻസും ഹിസ്റ്ററിയെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാതെ, കൃത്യമായ രീതിയിൽ ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് എഴുതാതെ അവർ പഴയ ട്രഡീഷണൽ ഹിസ്റ്റോറിയൻസ് പറയുന്നതിന് അതുപോലെ ഫോളോ ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുന്നതിൻ്റെ ഫലമായിട്ട് ദളിതിന് കിട്ടേണ്ട ഒരു പ്രോപ്പർ സ്പേസ് ഹിസ്റ്ററിയുടെ ഇടയിൽ അവർക്കൊരു ഇടം കിട്ടുന്നില്ല. കൊച്ചു ഇനി പറയുന്നത് ക്രിസ്ത്യൻ എറയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ബ്രാഹ്മിൻസ് ഒരു പ്രീസ്ലി ക്ലാസ് ആയിട്ട് മാറിയിരുന്നു. 4th സെഞ്ച്വറി മുതൽ ധാരാളം ചേഞ്ച് സൊസൈറ്റിയിൽ സംഭവിച്ചു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ദ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ അതിൻ്റെ ഒരു പവർ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, അവർ റിട്രീറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യയിലെ പ്രൊഡക്ഷനെയും കൊമേഴ്സിനെയും അത് നല്ലതുപോലെ അഫക്റ്റ് ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഫലമായിട്ട് കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ ധാരാളമായിട്ട് ആവശ്യമായിട്ട് വന്നു. ഈ സമയത്ത് വന്നിട്ടുള്ളൊരു വർക്കാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നൊരു വർക്കായിരുന്നു കൃഷി പരാശര. ഈ വർക്കിനകത്ത് അഗ്രികൾച്ചറൽ പ്രാക്ടീസുകളാണ് പറഞ്ഞിരുന്നത്. പുരാണങ്ങളിലും ഇതുപോലെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. ഈ സമയത്ത് ലാൻഡ് ഓണർഷിപ്പ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നു. അതുപോലെ തന്നെ ചാതുർവർണ്ണയുടെ ഇമ്പോർട്ടൻസ് കുറയുകയും കാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ട്രൈബൽ റൂളിംഗ് സിസ്റ്റം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയുകയും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എംപയറിൻ്റെ ഒരു ആവശ്യം വരികയും ഗുപ്ത എംപയർ പോലെയുള്ള ഒരു ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എംപയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് കാസ്റ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു. ഈ സമയത്ത് നിലനിന്നിരുന്നൊരു ആക്ടിവിറ്റി ആയിരുന്നു ലാൻഡ് ഗ്രാൻസ്. ഇത് നടത്തിയിരുന്നത് ലാൻഡ് ലോഡ്സോ അല്ലെങ്കിൽ റൂളിംഗ് ക്ലാൻസോ ആയിരുന്നു. അതായത് സ്ഥലം വസ്തു അത് ഗിഫ്റ്റായിട്ട് നൽകുക അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി നൽകുകയൊക്കെ ചെയ്യുക. ഈ ലാൻഡ് ഗ്രാൻറ്റിനെ കുറിച്ച് ഉത്തരമീമാംസയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലാൻഡ് ഓണർഷിപ്പ് വാസ് ദ പ്രിവിലേജ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് വിച്ച് കണ്ടക്റ്റഡ് സാക്രിഫൈസസ് ഓർ യോജനാസ്. യോജനകൾ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനാണ് ഇതുപോലുള്ള ലാൻഡ് ഓണർഷിപ്പിന് അവകാശമുള്ളതെന്നാണ്. അപ്പം അങ്ങനെ എന്ത് സംഭവിച്ചു? ബ്രാഹ്മിൻസ് ബിക്കേം ദ ലാൻഡ് ഓണേഴ്സ്. ഈ ഒരു സെയിം റൂളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീകൾക്കും അതുപോലെ മറ്റ് ജാതിപ്പെടുന്ന ആളുകൾക്കും, ശൂദ്രാസ് ഉൾപ്പെടെയുള്ള ജാതിപ്പെടുന്ന ആളുകൾക്കും ലാൻഡ് ഓണർഷിപ്പ് എന്ത് ചെയ്തു? നിരോധിക്കുകയും ചെയ്തു. അങ്ങനെ സ്ഥലം അല്ലെങ്കിൽ ലാൻഡ് സ്വന്തമാക്കാനുള്ള അധികാരം പുരോഹിതന്മാർക്കും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിപ്പെടുന്ന ബ്രാഹ്മിൻസിന് മാത്രമായിട്ട് അവകാശപ്പെടുകയും ചെയ്തു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പുരാണങ്ങളെ എഴുതിയിട്ടുള്ളത്. ഡോക്ടർ അംബേദ്കർ പറയുന്നത് എല്ലാ പുരാണങ്ങളും എഴുതിയിട്ടുള്ളത് 2nd സെഞ്ച്വറിക്കും 12th സെഞ്ച്വറിക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണെന്നാണ്. അങ്ങനെ എഴുതിയിട്ടുള്ള പുരാണങ്ങളിലൂടെ ആ ഒരു ബ്രാഹ്മിൻ ഹെജിമണിയെ അസർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. പുരാണങ്ങളിലൂടെ പറയുന്ന കഥകളിലൂടെ നറേറ്റീവ്സിലൂടെയൊക്കെ തന്നെ ഈ ചാതുർവർണ്ണത്തിൻ്റെ ഒരു ചുവട് പിടിച്ച് അന്നത്തെ ട്രൈബൽ കസ്റ്റംസും റിച്വൽസൊക്കെ മാറ്റിമറിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടുള്ള ചില റിലീജിയസ് കോൺഫ്ലിക്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് മില്ലേനിയത്തിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പല തരത്തിലുള്ള റിലീജിയസ് സ്റ്റാൻസും ഉണ്ടായിരുന്നെങ്കിലും ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ട്രഡീഷനായിരുന്നു ഏറ്റവും കൂടുതൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ളയും അൺഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും അട്രാക്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ പുരാണങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ഒരു അറ്റാക്ക് ഇതിലൊക്കെ സംഭവിക്കുകയും ചെയ്തു.
ഈ പുരാണങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ ബ്രാഹ്മിൻസ് എന്ത് ചെയ്തു, ഈ ഐഡിയോളജീസിനെ, ഈ റിലീജിയസ് സ്റ്റാൻസിനെയൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ അവർ ഈ ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ട്രഡീഷൻ, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ട്രഡീഷനെ അവർ ഡിഫീറ്റ് ചെയ്തു. ഈ പുരാണങ്ങൾ ദളിത്സിൻ്റെ ലൈഫിനെയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് കാരണമായി. ഇതിനുശേഷം 7th സെഞ്ച്വറി മുതലാണ് അഗ്രേറിയൻ വില്ലേജ് എക്കോണമിയും അതുപോലെ തന്നെ ടെമ്പിൾ കൺസ്ട്രക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. 8th സെഞ്ച്വറി CE മുതലുള്ള പല ഇൻസ്ക്രിപ്ഷൻസും പറയുന്നത് ബ്രാഹ്മിൻസ് എപ്പോൾ മുതലാണോ ലാൻഡ് ഓണേഴ്സ് ആയി തുടങ്ങിയത്, അവർക്കെന്താണ് ടെമ്പിൾസിനകത്തും ആ ഒരു പവർ കിട്ടി തുടങ്ങിയത്, അവർ പ്രൊഡക്ഷനിലല്ല ആ പ്രോഡക്റ്റിലാണ് ഒരു കൂടുതൽ കൺട്രോൾ കാണിക്കുന്നത്. അതായത് ആ ഒരു കൃഷി ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ കൃഷിയിലല്ല, അവർ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവിലേക്ക് എന്ത് ചെയ്തു, അവരുടെ ഫോക്കസ് മാറ്റി. ഇതിൻ്റെ ഫലമായിട്ട് പല ടെമ്പിൾ ഡിപ്പെൻഡൻറ്റ് കാസ്റ്റുകൾ ഫോം ചെയ്തു. അതായത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബ്രാഹ്മിൻസിൽ നിന്നും ചില റിസോഴ്സുകൾ, ചില ഷെയറുകൾ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാസ്റ്റുകൾ വീണ്ടും വീണ്ടും താഴേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ഗ്രൂപ്പിനകത്തൊന്നും തന്നെ ഈ പറയുന്ന ദളിത്സും സ്ത്രീകളും ഉണ്ടായിരുന്നില്ല. അൺടച്ചബിലിറ്റി എന്നൊരു റൂള് വെച്ച് ഈ പറയുന്ന ഗ്രൂപ്പിനെ അവർ സെപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിലും അവർ പല രീതിയിലുള്ള ജോലികളും അവർ ചെയ്തിരുന്നു. അവരിൽ തന്നെ ബ്ലാക്ക് സ്മിത്ത്, കാർപ്പൻറ്റർ, അസ്ട്രോളജർ, അതുപോലെ തന്നെ മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ചില കാസ്റ്റ് റൂളുകൾ വെച്ച് റെഗുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അന്നത്തെ ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡലിൻ്റെ ബേസിൽ തന്നെ ഈ പല ജോലികൾ ചെയ്യുന്ന പല ഒക്കുപ്പേഷനുള്ള ആളുകളെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തു. അതിനകത്ത് ബാംബു ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ മാറ്റുകൾ നിർമ്മിക്കുന്നവർ, ഷെൽ ഫിഷ് ഹാർവസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ബോട്ട്മെൻ, ഇങ്ങനെ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തു. വെള്ളത്തിനടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കായലിലോ തടാകത്തിനോ അടുത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ അവർ ബോട്ട്മെനായിട്ട് മസിൽ ഫിഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ആരാണ് ബാലകൃഷ്ണൻ പറയുന്ന ഒരു തിയറി വെച്ചിട്ട് ദളിതെല്ലാം തന്നെ വളരെ കാലം മുമ്പ് തന്നെ അല്ലെങ്കിൽ ടൈം ഇമ്മെമ്മോറിയൽ മുതൽ തന്നെ സ്ലേവ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയറി നമുക്ക് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിനകത്തുണ്ടായിരുന്നു. അവരെ അൺടച്ചബിലിറ്റി എന്നൊരു റൂൾ വെച്ച് അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിലും പല പല തൊഴിലുകൾ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാർ, ബ്ലാക്ക് സ്മിത്ത്, കാർപ്പൻറ്റർ, ഇങ്ങനെ പല രീതിയിൽ അസ്ട്രോളജേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ ഇടയിൽ ഹീലേഴ്സ് ഉണ്ടായിരുന്നു, മിഡ് വൈഫ്സ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ദേ വെർ നോട്ട് അറ്റ് ഓൾ സ്ലേവ്സ്. വളരെ ചുരുങ്ങിയ ഒരു എണ്ണം ആളുകളന്ന് സ്ലേവ്സ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിലും മറ്റ് പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. മറ്റ് പല കമ്മ്യൂണിറ്റികളും ചെയ്തതുപോലെ തന്നെ ഈ ദളിത് കമ്മ്യൂണിറ്റിപ്പെടുന്ന ആളുകളും ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ അവർ ഒരുമിച്ച് ചേർന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കസ്റ്റംസ്, അവരുടെ റിച്വൽസ്, മാജിക്, സോങ്സ്, അവരുടെ പെർഫോമിംഗ് ആർട്സ് ഇതൊക്കെ തന്നെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിന് തെളിവായിട്ട് 1820 നടത്തിയൊരു സർവേ ബൈ വാർഡ്, അത് നടത്തിയൊരു സർവേയിൽ വാർഡ് ആൻഡ് കോർണർ നടത്തിയ സർവേയിൽ പറയുന്നത് 3002 വർഷിപ്പിംഗ് പ്ലേസസ് ഉണ്ടായിരുന്നു. അതായത് ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിന് വേണ്ടി മാത്രമായിട്ട് 3002 വർഷിപ്പിംഗ് പ്ലേസ് ഉണ്ടായിരുന്ന സമയത്ത് സബോർഡിൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ആളുകൾക്ക് മാത്രമായിട്ട് 15000-ലധികം വർഷിപ്പിംഗ് പ്ലേസസ് ഉണ്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ വ്യക്തമാണ് അവർ സ്ലേവ്സ് മാത്രമായിരുന്നില്ല. ഈ വർഷിപ്പിംഗ് പ്ലേസസിൽ പലതും ദളിത്സ് തന്നെയായിരുന്നു ഓൺ ചെയ്തിരുന്നത്. ഈ വർഷിപ്പിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ചില കല്ലുകളോ അല്ലെങ്കിൽ ഒരു ബേസ് ഓഫ് ദ ട്രീയോ ആയിരിക്കും. എങ്കിൽ പോലും അതിനകത്ത് അവരുടെ ഇടയിൽ തന്നെ പ്രീസ്റ്റുകളുണ്ടായിരുന്നു, അവർക്ക് സേക്രഡ് ഓബ്ജക്ട്സ് ഉണ്ടായിരുന്നു, അവരുടേതായ ഫെസ്റ്റിവൽസ് ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവരൊരു അൺടച്ചബിൾ കമ്മ്യൂണിറ്റി ആയിരുന്നെങ്കിൽ പോലും അവരുടെ ഇടയിൽ തന്നെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹീലേഴ്സ് ഉണ്ടായിരുന്നു, മിഡ് വൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ദളിത്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിക് സോഷ്യൽ ഗ്രൂപ്പല്ല, അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവർക്ക് അവരുടെ രീതിയിലുള്ള ഒരു ഹിസ്റ്ററി ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. കൊച്ചു പറയുന്നത് സത്യം ഇങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ വായിക്കുന്ന ഹിസ്റ്ററി വായിക്കുമ്പോഴേക്കും ഒന്നുകിൽ ദളിതെന്ന് പറഞ്ഞാൽ സ്ലേവ് ആണെന്ന്, അല്ലെങ്കിൽ അവർക്കൊരു പഴയ ഗോൾഡൻ ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ്, എന്നൊരു കൺസെപ്റ്റ് മാത്രമാണ് വായിക്കുന്ന ഏതൊരാൾക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇങ്ങനെ തന്നെ പല പല കാര്യങ്ങളും ദളിതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദെൻ കൊളോണിയൽ മോഡേണിറ്റിയുടെ കാലത്ത് അല്ലെങ്കിൽ സോഷ്യൽ റിനൈസൻസിൻ്റെ ഫലമായിട്ട് ദളിത്സിന് അവരുടെ ഒരു സ്ഫിയറിൽ, എക്കണോമിക് ആയിട്ടുള്ള സോഷ്യലായിട്ടുള്ള സ്ഫിയറിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചു പറയുന്നത് ഒരു ഒഫീഷ്യൽ റീഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 1853 മുതൽ പ്രൊക്ലമേഷൻ അബോളിഷിംഗ്
സ്ലാവറി അബോളിഷ് ചെയ്യുന്ന രീതിയിലൊരു പ്രൊക്ലമേഷൻ ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഫലമായിട്ട് ദളിത്സിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. എന്നാൽ കൊച്ചു പറയുന്നത് അത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്തുകൂടെ വിശ്വസിക്കണം? ദളിത് ടൈം ഇമ്മെമ്മോറിയൽ മുതലേ സ്ലേവ്സ് ആയിരുന്നു എന്നോട് വിശ്വസിക്കേണ്ടി വരും. അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഒരു ചെറിയ നമ്പർ ഓഫ് പീപ്പിൾ, വളരെ കുറച്ച് ആളുകൾ അന്ന് സ്ലേവ്സ് ആയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന മിഷണറീസ് അവർ ട്രാവൻകൂറിലും സെലോണിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ തന്നെ വളരെ രീതിയിലുള്ള കാര്യങ്ങൾ, വളരെ നല്ല ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു പ്രൊക്ലമേഷന് ശേഷം സ്ലേവറി അബോളിഷ് ചെയ്തിട്ടുള്ള പ്രൊക്ലമേഷന് ശേഷവും അവരനുഭവിച്ചിരുന്ന, അല്ലെങ്കിൽ ദളിത്സ് അവരനുഭവിച്ചിരുന്ന ആ ഒരു അൺടച്ചബിലിറ്റി, അതിലൊരു വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ കാസ്റ്റ് സിസ്റ്റം സബേർഡ് ആയിട്ടുമില്ല. അതായത് അവരുടെ ഒരു അവസ്ഥയ്ക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നു എന്നല്ലാതെ ആ പറയുന്നത് പോലൊരു കംപ്ലീറ്റ് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് വന്ന പല ട്രാൻസ്ഫോർമേഷനും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ദളിത്സ് റെഡിയായിരുന്നു. ഒരു കാര്യം കൂടെ കൊച്ചു പറയുന്നത്, 1875 സെൻസസ് അനുസരിച്ച്, ആ റിപ്പോർട്ട് അനുസരിച്ച് പുലയർ കമ്മ്യൂണിറ്റി പെടുന്ന 3% ആളുകൾ ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു. ഇതിനുശേഷം ട്രാവൻകൂറിലും കൊച്ചിയിലും ഒരു സബാൾട്ടൺ റിനൈസൻസ് ഉണ്ടാകുന്നുണ്ട്. പല ചെറിയ ചെറിയ ഓർഗനൈസേഷൻസും അതുപോലെ പല സംഘടനകളും വരുന്നുണ്ട്. അതിൽ ചിലത് ഇങ്ങനെയാണ്: അയ്യങ്കാളുടെ നേതൃത്വത്തിൽ വന്ന സാധുജന പരിപാലന സംഘം, അതുപോലെ പോകിയൽ അപ്പച്ചൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പാമ്പാട് ജോൺ ജോസഫിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള അഖില തിരുവിതാംകൂർ ചേരമർ സംഘം, പിന്നെ KP വെള്ളോൻ്റെ കൊച്ചി പുലേ മഹാസഭ. ഇങ്ങനെയുള്ള പല ഓർഗനൈസേഷനും അവരെ സഹായിച്ചിട്ടുണ്ട്. എന്തിനാണ് സഹായിച്ചത്? വെൽത്തിനെക്കുറിച്ചും പവറിനെക്കുറിച്ചും സ്റ്റാറ്റസിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു നല്ലൊരു അവയർനെസ് കിട്ടാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ സാഹചര്യം അതൊരു ഓർഗനൈസ്ഡ്, ഒരു കൺസോളിഡേറ്റുള്ള ഒരു യൂണിയനായിട്ട്, അതൊരു കമ്മ്യൂണിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റിയുടെ ഒരു ഫോർമേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള പല നാഷണലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്സും ഇവരുടെ എക്സ്പീരിയൻസിനെ അത്രത്തോളം കണ്ടില്ല എന്ന് തന്നെ വയ്ക്കേണ്ടി വരും. അതായത് ഇവരുടെ ലൈഫിനെയും ഇവരുടെ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസിനെയും അവർ ഇൻവിസിബിളാക്കി. ഇവരുടെ കമ്മ്യൂണിറ്റി ഫോർമേഷനെ അത്രത്തോളം കൂടുതലായിട്ട് പറയാനായിട്ട് ആരും ഇല്ലായിരുന്നു. എന്നാൽ കണ്ടംപററി സബാൾട്ടൺ ടെക്സ്റ്റുകൾ ഈ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കണ്ടംപററി സബാൾട്ടൺ റൈറ്റേഴ്സ് അവർ ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട പല കമ്മ്യൂണിറ്റികളുടെയും ഒരു ഫോർമേഷൻ, ആ ഒരു ഹിസ്റ്ററി റൈറ്റിങ്ങിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് 2 രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഇൻ ദ എക്കണോമിക് സിസ്റ്റം, രണ്ടാമത്തേത് ഇൻ ദ സ്ഫിയർ ഓഫ് സോഷ്യൽ റിലേഷൻസ് ആൻഡ് വിത്ത് റിഗാർഡ് ടു എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂസ്. ഈ 2 ഏരിയയിലാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നത്. സവർണ അവർണ പവർ ഡൈനാമിക്സിനകത്ത് ഒരു വലിയ ചേഞ്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിറ്റി ഫോർമേഷൻ ആദ്യം സംഭവിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിലാണ്. കൊളോണിയലിസത്തിന് മുമ്പ് തന്നെ ക്രിസ്ത്യൻസിന് അവരുടെ വർഷിപ്പിംഗ് പ്ലേസിനോടനുബന്ധിച്ച് തന്നെ സഭ അല്ലെങ്കിൽ ഇടവ പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. ചില കൊളോണിയൽ ഇമ്പീരിയൽ പവേഴ്സുമായിട്ട് ഒരു അലയൻസ് വയ്ക്കുന്നതിലൂടെ അവർ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് സോഷ്യൽ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. വില്യം ലോഗൻ തൻ്റെ മലബാർ മാനുവലിൽ ഇങ്ങനെയാണ് പറയുന്നത്: പോർച്ചുഗീസ് വന്നപ്പോഴേക്കും കേരളത്തിലെ ക്രിസ്ത്യൻസ് അവരെ പോയി കാണുകയും തങ്ങളുടെ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ തങ്ങൾക്കൊരു സപ്പോർട്ട് നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോർച്ചുഗീസുകാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചർച്ചസിനെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്നാൽ കേരളത്തിലെ ക്രിസ്ത്യൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു നസ്രാണി ഐക്യസഭ രൂപീകരിക്കുകയും ചെയ്തു. അവരുടെ പല റിച്വൽസിലും പല കസ്റ്റംസിലും അവർ ഒരു യൂണിഫിക്കേഷൻ, ഒരു റിഫർമേഷൻ കൊണ്ടുവരികയും അവരൊരു യൂണിഫൈഡ് കമ്മ്യൂണിറ്റിയായിട്ട് മാറുകയും ചെയ്തു. അവരുടെ ആ ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ബിലീഫ് സിസ്റ്റത്തിലായിരുന്നില്ല. അവരുടെ ലാൻഡ് ഓണർഷിപ്പിലും മറ്റുള്ള കസ്റ്റംസിലൊക്കെ ആയിരുന്നു അവർ യൂണിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ അവർ പിന്നീട് ഒരു പവർഫുൾ കമ്മ്യൂണിറ്റിയായിട്ട് മാറുകയും ചെയ്തു. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. പോർച്ചുഗീസുകാരുടെ കാലം മുതൽ അല്ലെങ്കിൽ വളരെ കാലത്തോളം ബ്രിട്ടീഷരെ ഭരിച്ചിരുന്നു. അവരുടെ കാലത്തോളവും തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വളരെ സ്ട്രഗിൾസിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു ഒരു കമ്മ്യൂണിറ്റിയായിട്ട് അവർക്ക് ഫോം ചെയ്യാനായിട്ട്. മുസ്ലിംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല കാസ്റ്റിൽപ്പെടുന്ന ആളുകൾ, ചേരമർ അതുപോലെ തന്നെ പുലിയർ കമ്മ്യൂണിറ്റിപ്പെടുന്ന പല ആളുകളും അന്ന് മുസ്ലിംസാണ് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു കാസ്റ്റിൻ്റെ പേരില്ലാതെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് വളരണമെങ്കിൽ അവർക്കൊരു ഒരു ഫോർമേഷൻ, ഒരു കമ്മ്യൂണിറ്റിയായിട്ട്, ഒരു ഓർഗനൈസേഷനായിട്ട് വളരേണ്ട ആവശ്യമുണ്ടായിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് അവർ ഒരു കാസ്റ്റ്ലെസ് ഗ്രൂപ്പായിട്ട്, ഒരു കാസ്റ്റ്ലെസ് കമ്മ്യൂണിറ്റി ആയിട്ട്, റിലീജിയസ് ഗ്രൂപ്പായിട്ട് അവർ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് ഹിന്ദു കാസ്റ്റ് ഗ്രൂപ്പുകൾക്കും അവർക്കും പല കാര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ഫോം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് അവർക്കും പല റിഫോർമേഷനും അവർക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. പല രീതിയിൽ അവർക്ക് പല റിഫോർമേഷനും അവർ എടുത്തു, സ്വന്തമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തു. അതിലൊന്നായിരുന്നു പെരുന്നയിലെ സുബ്രഹ്മണ്യ ടെമ്പിൾ എല്ലാവർക്കുമായിട്ട്, അല്ലെങ്കിൽ നായേഴ്സിനും വേണ്ടി കൂടെ അത് ഓപ്പൺ ചെയ്തു കൊടുത്തു. അതുപോലെ 1888 ശ്രീനാരായണ ഗുരു ഈഴവ ശിവയുടെ ഒരു പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആ ചാതുർവർണ്ണ വാല്യൂസിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന റിഫോർമേഷൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയാവുന്നത് ഇങ്ങനെയായിരുന്നു. 1910 നടന്ന കേരള നായർ സമാജത്തിൻ്റെ 4th കൺവെൻഷനിൽ അവരുടെ കാസ്റ്റ് നെയിമായിട്ടുള്ള ശൂദ്ര അല്ലെങ്കിൽ മലയാളി ശൂദ്ര എന്ന ആ ഒരു ടേം അതിനെ എടുത്തു മാറ്റാനും അതിന് പകരം നായർ എന്ന ടേം ഉപയോഗിക്കാനും അവർ തീരുമാനിച്ചു. അവരുടെ കോൺജുഗൽ സിസ്റ്റമായിട്ടുള്ള കെട്ട് കല്യാണം അതിൽ മാത്രം ആ ഒരു ടേം ഉപയോഗിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷനിലും ആ ഒരു ശൂദ്ര എന്ന വേർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നവർ തീരുമാനിക്കുന്നു. മാത്രമല്ല ഇൻറ്റേർണൽ ആയിട്ടുള്ള പല കാസ്റ്റ് ഡിഫറൻസസ് അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ മീനിങ്ലെസ് ആണെന്നും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രസ്സിന് അത് എടുത്തു കളയുന്നതാണ് നല്ലതെന്നുള്ളത് അവർ മനസ്സിലാക്കി. 1903 ജനുവരി 7 SNDPയുടെ SNDP എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് അവരിങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത്. കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പല ഗ്രൂപ്പിൽപ്പെടുന്ന തീയ കമ്മ്യൂണിറ്റികളുണ്ട്, തീയ ഗ്രൂപ്പുകളുണ്ട്. ഇനി അവരെല്ലാവരും തന്നെ ഒറ്റ കമ്മ്യൂണിറ്റിയാണ് എന്നവർ എന്ത് ചെയ്യുന്നു, അവരവിടെ അനൗൺസ് ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രൊക്ലമേഷനോടുകൂടെ, അതായത് ഈഴവർ ആർ നോട്ട് എ കാസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രൊക്ലമേഷനു കൂടെ ഈ ഒരു പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ചെയ്യപ്പെടുന്നു. ഈഴവർ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയുടെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ ഇക്വാലിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 1946 ഡിസംബർ 23 അവരുടെ ക്ലെയിം ഇങ്ങനെയാണ്. പൊളിറ്റിക്കൽ പവറിനകത്ത്, അതായത് രാജാവിൻ്റെ ആ ഒരു ഭരണകൂടത്തിനകത്ത് അവർക്കും ഒരു ഷെയർ ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിക്കകത്തും സിവിൽ സർവീസിനകത്തും ആർമിയിലൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷനും അവർക്ക് റെപ്രസെൻറ്റേഷൻ ആവശ്യമാണെന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള എക്കണോമിക് പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് മറ്റു പല കമ്മ്യൂണിറ്റികളിൽ നിന്നും പല സമയത്തായിട്ട് ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടായിരുന്നു നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അത് നടക്കുന്നത് 1930 അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. ഈ രീതിയിൽ പല കാസ്റ്റ് ഗ്രൂപ്പുകളും അവരുടെ സബ് കാസ്റ്റുകളൊക്കെ തന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ കമ്മ്യൂണിറ്റിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും അതിനുശേഷം പൊളിറ്റിക്കൽ റൈറ്റ് കിട്ടാനായിട്ട് അവർ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവർ സംസാരിക്കുകയും ചെയ്ത സമയത്താണ് നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫി ഒരു ബ്രാഞ്ച്, ഹിസ്റ്ററിയുടെ ഒരു ബ്രാഞ്ച് രൂപം കൊള്ളുന്നത്. ഒരു നാഷനകത്തുള്ള കമ്മ്യൂണിറ്റികൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫി ചില സമയങ്ങളിൽ സബോർഡിനേറ്റ് ഗ്രൂപ്പുകളെ ഒഴിവാക്കാറുണ്ട്. നാഷണൽ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള MGS നാരായണൻ അദ്ദേഹം പറയുന്നത്, ഇന്ത്യ ഒരു നാഷനായിട്ട് ആ സമയത്ത് എമർജ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ളൊരു ഇമാജിനേഷൻ ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളവും ആ സമയത്ത് ഉണ്ടായിട്ടില്ല, പക്ഷേ കേരളത്തിൻ്റെ ആ ഒരു ഷേപ്പ് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഓൾഡ് മദ്രാസ് പ്രസിഡൻസിയുടെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്ന ബ്രിട്ടീഷ് മലബാർ അത് കൊച്ചിയിൽ നിന്നും ട്രാവൻകൂർ കിങ്ഡത്തിൽ നിന്നുമൊക്കെ സെപ്പറേറ്റ് ആവുകയും അതൊരു സെപ്പറേറ്റ് ഒരു ഗവേണിംഗ് ബോഡിയായിട്ട് മാറുകയും ചെയ്തു. അതിൻ്റെ ലാംഗ്വേജും അവിടുത്തെ സൊസൈറ്റിയും കൾച്ചറും കുറച്ച് കൂടുതൽ സ്ട്രോങ്ങർ ആവുകയും ചെയ്തു. കൊച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിബേറ്റും ഡിസ്കഷൻ നിറഞ്ഞൊരു കാര്യമാണ്. കൊച്ചു പറയുന്നത് ഹിസ്റ്ററി എഴുതുന്നതിൽ പല നായർ കമ്മ്യൂണിറ്റിക്കും അതുപോലെ പല മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിക്കും ഒരു അർഹതയിൽ കവിഞ്ഞ ഒരു സബ്ജക്റ്റിവിറ്റി ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. കേരളത്തിൽ നായേഴ്സിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് KP പത്മനാഭ മേനോൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ആൻഷ്യൻ്റ് ടൈമിൽ ദ്രവിഡിയൻസ് ആയിട്ടുള്ള തമിഴ്സും മലയാളീസുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നായേഴ്സ് വന്നിട്ട് മലയാളം ലാൻഡ് ഒക്കുപ്പൈ ചെയ്ത സമയത്ത് ഇവിടുത്തെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആയിരുന്ന ചേരമർ, കാടർ, മലർ എന്നിവർ അവർ ഫോറസ്റ്റിലേക്ക് വിസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള വാലീസും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസൊക്കെ തന്നെയും നായേഴ്സിൻ്റെ കൺട്രോളിലാവുകയും ചെയ്തു. ഈ നായേഴ്സൊക്കെ തന്നെയും നമ്പൂതിരീസിൻ്റെ അണ്ടറിലായിരുന്നുവെങ്കിലും അവർ ലാൻഡ് ടെനൻസ് ആയിരുന്നു. ആ ലാൻഡിൻ്റെയൊക്കെ അനുഭവം അവർക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഹിസ്റ്ററി പറയുന്നത് ഈ നായേഴ്സിൻ്റെ ഒപ്പം തന്നെ മറ്റ് കമ്മ്യൂണിറ്റീസും അവരുടെ ഒപ്പം ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റി ആയിരുന്നില്ല.
അവർക്ക് ഫ്രീ പ്രൊഡക്ഷനും എക്സ്ചേഞ്ചിനുമുള്ള റൈറ്റും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദേ വർ സബ്ജക്റ്റ് ടു ബ്രാഹ്മിൻ. എന്നാൽ ഇതിനെയൊക്കെ മറന്നിട്ടാണ് KM പണിക്കർ പറയുന്നത് നായസ് എന്ന് പറയുന്നത് ഒരു റൂളിംഗ് ക്ലാസ് ആയിരുന്നു, ആൻ്റണി ടൈമിൽ അവരൊരു റൂളിംഗ് ക്ലാസ് ആയിരുന്നു എന്ന്. കൊച്ചു പറയുന്നത് ഈ ഒരു രീതിയിലുള്ള നായർ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് വളരെ സബ്ജക്റ്റീവായിട്ടാണ് ഹിസ്റ്ററി എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് മോഡേൺ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി പോലും ഈ ഒരു രീതിയിലുള്ള ഹിസ്റ്ററി റൈറ്റിങ്ങിനെ അവർ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേറൊരു റൈറ്ററായിട്ടുള്ള MGS നാരായണൻ അദ്ദേഹം പറയുന്നത് അഗ്രേറിയൻ വില്ലേജ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്ത സമയത്ത് വാരിയർ ക്ലാസ്സിൽ പെടുന്ന ആളുകളായിരുന്നു ലാൻഡ് ഓണേഴ്സ് എന്നുള്ളത്. ഇതുപോലുള്ള റീഡിങ്സ് വരുമ്പോഴേക്കും ചില കമ്മ്യൂണിറ്റീസിന് ചില പദവികൾ വായിക്കുന്നവർ അറിയാതെ കൊടുക്കുന്നുണ്ട്. എന്നാൽ കൊച്ചു പറയുന്നത് സംഘം ടെക്സ്റ്റുകൾക്കകത്ത് തന്നെ ശരിക്കും പാണരെക്കുറിച്ചും വേടരെക്കുറിച്ചും അതുപോലെ തന്നെ കുറവർ, അരയർ ഇങ്ങനെയുള്ള പല ട്രൈബൽ കമ്മ്യൂണിറ്റികളെക്കുറിച്ചും അവർ ലാൻഡ് ഓൺ ചെയ്യുന്നതായിട്ടും പല പ്രൊഡക്ഷൻ കാര്യങ്ങളിലും ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ പല ലീഡേഴ്സിൻ്റെ അണ്ടറിൽ അവർ യുദ്ധം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ നോട്ടീസ് ചെയ്യപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. ചില കമ്മ്യൂണിറ്റികളെ മാത്രം ചില ആളുകൾ റൈറ്റിങ്സ് വളരെ സബ്ജക്റ്റഡ് കാണുകയും ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മാത്രം പറയുകയും അവർ ലാൻഡ് ഓൺ ചെയ്തിരുന്നു അല്ലെങ്കിൽ അവർക്ക് പല പദവികൾ ലഭിച്ചിരുന്നു എന്ന് പറയുകയും മറ്റ് പറയപ്പെടുന്ന അല്ലെങ്കിൽ ശരിക്കുള്ള ഒറിജിനൽ ടെക്സ്റ്റുകൾക്കകത്ത് ലിറ്ററേച്ചറിനകത്ത് പറയുന്ന പല കമ്മ്യൂണിറ്റികളെക്കുറിച്ച് പറയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. കൊച്ചു പറയുന്നത് രാജൻ ഗുരുക്കളും അതുപോലെ രാഘവ വാര്യറുമൊക്കെ തന്നെ കേരളത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോൾ ടെമ്പിൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചില കമ്മ്യൂണിറ്റികളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം അതിനകത്ത് പറയുന്നുള്ളൂ. അത് ബ്രാഹ്മിൻ ഡോമിനേഷനെ കുറിച്ച് പറയുകയും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ റിസോഴ്സാക്കി കണ്ട് ജീവിക്കുകയും ചെയ്യുന്ന കുറച്ച് കമ്മ്യൂണിറ്റികളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇവരൊക്കെ തന്നെ ഒഴിവാക്കുന്ന കുറേ അധികം കാസ്റ്റുകളുണ്ട്, കുറേ അധികം ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ വിമനുണ്ട്, സ്ത്രീകളെക്കുറിച്ചൊന്നും ഇവരൊന്നും പറയുന്നില്ല. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയും ഈ പോപ്പുലേഷൻ്റെ കൂടുതൽ ഭാഗവും ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പലരും ഹിസ്റ്ററി പറയുന്നത്. കൊച്ചു പറയുന്നത് ഇതിന് ഒരു അവസാനം ഉണ്ടാകേണ്ടതുണ്ട്. ഈ രീതിയിലൊരു ഈ സബാൾട്ടനെ ഇൻവിസിബിൾ ആക്കുക അല്ലെങ്കിൽ അവരെ ആബ്സെൻ്റ് ആക്കുന്ന ഒരു ടെൻഡൻസി ഹിസ്റ്ററി എഴുതുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. കൊച്ചു പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: സവർണ പവറിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പവർഫുള്ളാക്കി കാണിക്കുന്ന ചില ഏജൻസികൾ, അത് നാഷണൽ ആണെങ്കിലും മോഡേൺ ആണെങ്കിലും മാർക്സിസ്റ്റ് ഹിസ്റ്റോറി ആണെങ്കിലും അതിനെയൊക്കെ തന്നെ ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായ രീതിയിലുള്ള ഒരു ഹിസ്റ്ററി റൈറ്റിങ്ങിലൂടെ മാത്രമേ ശരിക്കും ആ ദളിതിനൊരു സ്പേസ് നമുക്ക് ഹിസ്റ്ററിക്കകത്ത് കൊടുക്കാണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. സോ ദളിതിന് ഒരു സ്പേസ് കിട്ടണമെങ്കിൽ ഹിസ്റ്ററിയെ റീറൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചു ഈ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.